വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ട് ഒരു ദിവസം ഭൂതങ്ങളെയൊക്കെ പുറത്ത് ചാടിച്ച് രോഗികളെയൊക്കെ സൗഖ്യം വരുത്തി അത്ഭുതകരമായ അടയാളങ്ങളൊക്കെ കാണിച്ച് ദൈവത്തെ വളരെ പ്രസാദിപ്പിച്ച ഒരു വിഭാഗം. ഇവർ ദൈവസന്നിധിയിലേക്ക് വളരെ ശക്തിയോടെ കടന്നു വന്ന് ശക്തിയോടെ പ്രവർത്തിക്കുന്ന സ്വയം മനസ്സ് വെച്ചവരായ ചില ദൈവത്തിന്റെ അഭിഷിക്തന്മാരാ. ശ്രദ്ധിക്കണം, ഇവര് ഒരു ദിവസം യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ന് ഒരല്പം ആശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് പറഞ്ഞു അവരുടെ മനസ്സ് കണ്ടിട്ട്, അവൻ നിങ്ങൾ പോയി അല്പം ആശ്വസിച്ചു കൊള്ളുക. അപ്പോസ്തലന്മാർ ആശ്വസിക്കാനായിട്ട് പോയ ഒരു സ്ഥലത്ത് നടന്ന സംഭവ വികാസമാ 5 അപ്പത്തെയും 2 മീനെയും ദൈവം ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്നത്. അവൻ 5 അപ്പവും 2 മീനും എന്ന സബ്ജക്ട് അനേകർ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഇതിനകത്തു നിന്നും രുചികരമായ മറ്റൊരു ഭക്ഷണം ഭക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ഈ കൂട്ടായ്മ ഒരു ചർച്ചിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതോ മറ്റുള്ളവർക്ക് കൂടി വന്ന് സന്തോഷിക്കാനുള്ളതോ ആണ് എന്ന് ധരിക്കരുത്. ഇതിനകത്ത് നിന്നും പ്രവർത്തിക്കുന്നത് എന്നെ കാണിച്ചു. ചങ്ങലയ്ക്കകത്ത് ചങ്ങലയിൽ പൂട്ടപ്പെട്ടതുപോലെ ചില വ്യക്തികൾ പൂട്ടപ്പെട്ട് താഴും താക്കോലും തിരയുന്ന അവരുടെ ചില കുടുംബങ്ങൾ, സ്വർഗം ഇന്ന് രാത്രി അവരുടെ കയ്യിൽ ചില താഴും താക്കോലും വെച്ചു കൊടുക്കും. പൂട്ടുവാൻ പലർക്കും കഴിയും, പക്ഷേ അഴിച്ചുവിടുവാൻ എല്ലാവർക്കും കഴിയത്തില്ല. പൂട്ടുവാൻ ആർക്കും കഴിയും, പക്ഷേ അഴിച്ചുവിടുവാൻ പലർക്കും കഴിയത്തില്ല. അനേകർ പ്രസംഗിക്കുന്നത് കേട്ടു. ഇന്നലെയും ഞാൻ എന്റെ ഒരു സുഹൃത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുവാനിടയായി, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. വൃദ്ധന്മാരും വൃദ്ധകളും കുഞ്ഞുങ്ങളും ഒക്കെ തുടങ്ങി അനേക ചലനങ്ങൾ ഞാൻ അവരുടെ മധ്യ വെളിപ്പെടുത്തും. പ്രവചിക്കുന്നവരും പ്രവചനം കേൾക്കുന്നവരും വെളിപ്പാട് കാണുന്നവരും വെളിപ്പാട് പറയുന്നവരുമായി വ്യത്യസ്ത തലങ്ങളിൽ ഞാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇങ്ങനെ പലരെയും എഴുന്നേൽപ്പിക്കുമ്പോൾ ചിലരിങ്ങനെ പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. തോളിൽ തട്ടിയിട്ട്, ബ്രദർ, നിങ്ങൾ ഇറങ്ങിയതിന്റെ എരിവ് കൊണ്ട് ഒരുപക്ഷെ പ്രസംഗിക്കുകയായിരിക്കും. ഇതൊക്കെ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകലൊക്കെ കഴിയുമ്പോൾ കെട്ട് അടങ്ങിപ്പോകും. എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ നടന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അതിനുള്ള മറുപടി എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. എന്തായിരുന്നു അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്നത്? അത് വൃദ്ധന്മാരും വൃദ്ധകളിലും ചലനമുണ്ടാക്കും. അത് കുഞ്ഞുങ്ങളിൽ ചലനമുണ്ടാക്കും. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന അവൻ അനേകർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവം തന്റെ പ്രവൃത്തി മറ്റുള്ളവരിലൂടെ തന്നെ ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവിടെ അറിയിച്ചു. ശ്രദ്ധിച്ചാട്ടെ, ഒരു നിമിഷം എന്നെ ചിന്തിപ്പിച്ച ഒരു സബ്ജക്റ്റ്, അന്ത്യകാലത്ത് ഈ ചലനങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അവൻ ചെറുപ്പക്കാരെയും കൊച്ചുകുട്ടികളെയും ഒക്കെ ദൈവം കയ്യിലെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ചില പ്രഗത്ഭന്മാർ പോലും എഴുന്നേറ്റ് വന്നിട്ട് ചിലപ്പോൾ അടുത്തു വന്നിട്ട് പറഞ്ഞു ധരിക്കും, ഇതൊക്കെ ഇറങ്ങിയതിന്റെ തിളപ്പ. ഞാൻ ഇന്ന് രാത്രി തിരുത്തി ദൈവ മക്കളോട് ദേശത്തോട് വിളിച്ചു പറയുന്നു, ഇത് ഇറങ്ങിയതിന്റെ തിളപ്പല്ല, ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. ചില വയസ്സന്മാർ എഴുന്നേൽക്കുമ്പോൾ, ചില കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ചില സഹോദരന്മാർ എഴുന്നേൽക്കുമ്പോൾ വയസ്സ് 18 ആയിരിക്കാം, വയസ്സ് ഒരു 60 ആയിരിക്കാം. അവർ പഠിപ്പോ പ്രാഗൽഭ്യമോ ഇല്ലാത്തവരായിരിക്കാം. അവർ ഏതെങ്കിലും സ്കൂളിൽ പോയവരായിരിക്കണമെന്നില്ല. പക്ഷേ ആദ്യ നൂറ്റാണ്ടിൽ ഒരു വ്യത്യസ്ത ചലനം പത്രോസിലൂടെ വെളിപ്പെടുത്തിയ ദൈവം, അഭിഷിക്തന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം അന്ത്യകാലത്ത് പഠിപ്പ് നോക്കി നിൽക്കത്തില്ല, വിദ്യാസമ്പന്നത നോക്കി നിൽക്കത്തില്ല. അവൻ നോക്കുന്നത് തന്റെ സന്നിധിയിലേക്ക് ആർത്തിയോടെ കടന്നു വരുവാൻ മനസ്സു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മധ്യ ഇറങ്ങി വരുവാൻ മനസ്സു വെക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി അവൻ വിളിച്ചു പറയുന്നു. അപ്പോസ്തലന്മാർ വളരെ സന്തോഷത്തോടുകൂടി വലിയ വീര്യപ്രവർത്തികൾ ചെയ്ത് യേശു കർത്താവിന്റെ അടുക്കൽ വന്നു. പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞൊരു ഭാഗം, അതിന്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വേറിട്ട് ഒരു ഏകാന്ത സ്ഥലത്ത് പോയി അല്പം ആശ്വസിച്ചു കൊള്ളുക. സ്വർഗം വിളിച്ചു പറയുന്ന പരമോന്നതമായ ഒരു ദൂത് ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവസന്നിധിയിൽ വിളമ്പി വെക്കുകയാ. ഭക്ഷിക്കാവുന്നവർ ഭക്ഷിച്ചു കൊള്ളുക. വേറിട്ട് അല്പം ആശ്വസിക്കുവാൻ വളരെ ആഗ്രഹിച്ചിട്ടും യേശു കർത്താവിന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ കൈയടിക്കുകയും സ്തോത്രം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തെ നോക്കി എന്റെ സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ വേറിട്ട് ആരാധിക്കുവാനും വേറിട്ട് പ്രാർത്ഥിക്കുവാനും വേറിട്ട് റെസ്റ്റ് ചെയ്യുവാനുമായി ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. എങ്കിൽ നീ ചെല്ലുന്ന ദേശം നിർജ്ജന പ്രദേശമായിരിക്കാം, നീ ചെല്ലുന്ന ഇടത്ത് ശൂന്യത മാത്രമായിരിക്കാം. നിന്റെ കൺമുൻപിൽ കാണുക
എങ്കിലും അവിടെ ഞാൻ നിന്റെ പടകിൽ കൂടെയുണ്ട് എങ്കിൽ അവിടുത്തെ 5 അപ്പം എനിക്കൊരു വിഷയമല്ല, അവിടുത്തെ 2 മീനും എനിക്കൊരു വിഷയമല്ല. അവിടെ കൂടി വന്ന ജനം നിർജ്ജന പ്രദേശത്തിരിക്കുന്നുവോ എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ അവിടെ ഒരു ജനവാസ യോഗ്യമായ സ്ഥലമാക്കി മാറ്റാൻ നോക്കുകയാണ്. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ തുടക്കത്തിൽ വിളിച്ചു പറയുന്നു, ഈ കറവൂർ എന്ന് പറയുന്ന ദേശം നിർജ്ജന പ്രദേശമെന്ന് പിശാച് പറഞ്ഞെങ്കിൽ എന്റെ യേശു ചില അപ്പോസ്തലന്മാരെ അവിടേക്ക് അയച്ച് അവരെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർജ്ജന പ്രദേശത്തിന്റെ അവസ്ഥയെ മാറ്റിയെടുത്ത് അവിടുത്തെ 5 അപ്പങ്ങളെ 5000-ങ്ങൾക്ക് ഒതുക്കുവാൻ കഴിയാത്ത രീതിയിൽ വ്യത്യാസപ്പെടുത്തി അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. വേറിട്ടൽപ്പം ആശ്വസിക്കാനായി വിളിക്കപ്പെട്ട ചിലർ അവർ വേഗം പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോകുന്നു. അവർ യാത്ര ചെയ്തു പോകുമ്പോ യേശു കർത്താവ് അവരെ പറഞ്ഞു വിട്ടതാ, തനിച്ചല്ല. ആരോടോ ഒരു ദൈവദാസനോട് ഇതിനകത്ത് വിരൽ ചൂണ്ടി ദൈവാത്മാവ് പറയുന്നുണ്ട്. ഇറങ്ങി യേശുവിന്റെ ശബ്ദം കേട്ടു. പക്ഷേ യാത്രയിൽ ചെന്നെത്തിയത് ഒരു ഏകാന്ത സ്ഥലത്താ. ഭാരപ്പെടരുത്, അഭിഷിക്തനെ, നിനക്ക് മുമ്പിൽ ഒരു വലിയ പ്രവൃത്തി എന്റെ ദൈവം ചെയ്യുവാൻ ആ സ്ഥലത്ത് തയ്യാറെടുത്ത് നിൽപ്പുണ്ട്. ചെന്ന റൂട്ട് ഒരു പക്ഷെങ്കിൽ ഏകാന്ത സ്ഥലമായിരിക്കും. NH-ലേക്ക് പോകുന്നവരും മദ്രാസിലേക്ക് പോകുന്നവരും ഏതെങ്കിലും ഹൈവേയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പട്ടണങ്ങളിലേക്ക് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. ബാംഗ്ലൂർ പോലെ, മദ്രാസ് പോലെ, ബോംബെ പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോ അതിലേക്ക് പോകുന്ന വഴികളും വ്യത്യസ്തമായിരിക്കും. പക്ഷെങ്കിൽ ഒന്നെനിക്ക് മനസ്സിലായി, കറവൂരേക്ക് വന്നതിന്റെ വഴി വ്യത്യസ്തമാണ്. ഇടുക്കമുള്ള സ്ഥലത്തേക്ക് പോകുവാൻ, ഇടുക്കമുള്ള ഇടങ്ങളിലേക്ക് പോകുവാൻ, ഏകാന്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഒരുപക്ഷെ ദൈവം നിയോഗിച്ച ചിലർ ഇതിനകത്തുണ്ടായിരിക്കാം. അവരുടെ റൂട്ട് ചിലപ്പോ വലിയ വഴിയായിരിക്കത്തില്ല. അവർ ഇടുക്കമുള്ള സ്ഥലത്ത്, ഏകാന്ത സ്ഥലത്ത്, ആരും ചെന്നിട്ടില്ലാത്ത ഇടത്ത് പോകുമ്പോൾ ആദ്യം അവർക്ക് വഴി വെട്ടി 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 പോകേണ്ടി വന്നിരിക്കും. പക്ഷേ നീ ചെന്ന് കഴിഞ്ഞാൽ പിന്നൊരുവൻ വഴി വെട്ടേണ്ടി വരത്തില്ല. അവൻ അതുവഴി നടക്കുവാൻ, ഈസിയായിട്ട് ഓടിയെടുക്കുവാൻ, ഈസിയായിട്ട് അവിടേക്ക് എത്തുവാനുള്ള ഒരു വലിയ സാഹചര്യം നിന്നിലൂടെ ദൈവം ഒരുക്കുകയാണ്. ഒരു നിമിഷം തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ നോക്കി ദൈവാത്മാ വിളിച്ചു പറയുന്നു, നിന്നെ നടത്തിയ വിധങ്ങൾ വ്യത്യസ്തമാ. പക്ഷേ നീ ചെല്ലുന്ന ഇടത്ത് വ്യത്യസ്തത വെളിപ്പെടുത്തുവാൻ ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കത് പ്രശ്നമല്ല. ദൈവം പറയുന്നു, ഈ ദേശത്ത് തോമസിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ഏകാന്ത സ്ഥലത്ത് ചെല്ലുന്നുവെങ്കിൽ അവിടെ നിന്റെ കൂടെ വരുവാൻ കരുത്തുള്ള ഒരു നസ്രയൻ ഇന്ന് നിന്റെ പടകിൽ കയറുവാൻ പദ്ധതി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനം കരമടിച്ച് ദൈവത്തെ ഒന്ന് ആമേൻ സ്തുതിച്ചാട്ട്. ഞാൻ ഒരുപാട് കഷ്ടങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചവനാണ്. ഒരു SNDP ഈഴവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് 1996 സൗദി അറേബ്യയിൽ ദമാമിലേക്ക് പോകുവാൻ ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നോട് ദൈവം സൗദിയിൽ ചെന്നതിന് ശേഷം 2001 ഓഗസ്റ്റ് 24 ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായ 18 വർഷം പഴക്കം ചെന്ന മാറാരോഗം എന്നിൽ നിന്ന് പറിച്ചെടുത്തു മാറ്റി. വൈദ്യശാസ്ത്രം എന്റെ മുമ്പിൽ തോറ്റു നിൽക്കുമ്പോൾ എന്റെ യേശു വിളിച്ചു പറഞ്ഞു, എല്ലാവരും തോറ്റു, എല്ലാവരും സുല്ലിട്ടുവെന്ന് നീ സമ്മതിക്കുന്നുവെങ്കിൽ ഇന്ന് വരെ ഞാൻ എന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ക്രൂരമായ രീതിയിൽ ഒരു പെന്തക്കോസ്തുകാരന്റെ മുഖത്താഞ്ഞടിച്ചിട്ട് എന്നിലെ ശൂര പരാക്രമത്വത്തെ വെളിപ്പെടുത്തിയപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഒരുമിച്ച് എന്റെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കിടക്കുന്ന ഞാൻ ഇരുട്ടിൽ ആ വേദപുസ്തകം കാലുകൊണ്ട് തട്ടിമാറ്റുമ്പോൾ ഞാൻ അറിയാതെ എന്നെ ഓമനെ ചൊല്ലി വിളിച്ച ദൈവം ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ നിൽക്കണമെന്ന് കണ്ടതുകൊണ്ട് ആ സൗദി അറേബ്യയിൽ തകരുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ദൂരെ വിളിച്ചു പറയുകയാ, തമ്പുരാൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻ നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്തേണ്ടടുത്തത് എത്തും. എത്തിയാൽ അവിടെ ദേശവും ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിർജ്ജന പ്രദേശമെന്ന് മനസ്സിലാക്കിയിട്ടും സഹോദരങ്ങൾ പുറപ്പെട്ടു പോകുവാൻ അവർ പ്ലാൻ ചെയ്തപ്പോൾ യേശുവരുടെ പടകിൽ കയറി. മനസ്സ് വെക്കുന്നവർക്ക് കൂടെ യാത്ര ചെയ്യുവാൻ എന്റെ യേശു ഇന്ന് രാത്രിയിലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾ ശരിക്കും പോരാടി നിൽക്കുന്ന ഒരു വ്യത്യസ്ത രാത്രിയാ. പക്ഷേ ഒന്നെനിക്കറിയാം, അതിന്റെ നേരെ തയ്യാറെടുത്തുകൊണ്ട് യേശു മറുഭാഗത്ത് നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് തുടങ്ങിയത് ഒരു നിർജ്ജന പ്രദേശത്താ, പക്ഷെ ഇത് അവസാനിക്കുന്നത് ഒരു വലിയ ജനവാസമുള്ള ദേശമായിട്ടാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരുമിച്ച് ആത്മീയ ഒരുമിച്ച് ആത്മീയ സഹായിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ ഇടി മുഴക്കത്തിന്റെ ശബ്ദത്തോടുകൂടി അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദേശത്ത് അധിവസിക്കുവാൻ പോവുകയാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ
യേശു കർത്താവ് മനസ്സ് വെക്കുമ്പോൾ അലക്ഷ്യമായി ഇരിക്കരുത്. ഒരുമിച്ച് അഭിഷേകത്തെ റിലീസ് ചെയ്തുകൊണ്ട്, ഒരുമിച്ച് ദൈവവചനത്തെ റിലീസ് ചെയ്തുകൊണ്ട്, ഒരുമിച്ച് ദൈവശക്തിയെ റിലീസ് ചെയ്തുകൊണ്ട്